രാവിലെ 2 ചീമച്ചക്ക. ചീമച്ചക്ക എന്നും പറയും, കടച്ചക്ക എന്നും പറയും. പക്ഷെ ഇത് നമ്മൾ കറി വെച്ച് കൂട്ടും, തോരൻ വെച്ച് കൂട്ടും. പക്ഷെ ഇത് ചിപ്സ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ 2 തരത്തിൽ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു, നല്ല രുചിയായിട്ട് നമ്മൾ ഏത്തക്കയൊക്കെ വറക്കുന്ന പോലെ ചിപ്സ് ഉണ്ടാക്കി കഴിക്കാം. അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഒത്തിരി ഉണ്ട്, എല്ലാം പൊഴിഞ്ഞു പോവുക. അപ്പോൾ രാവിലെ 2 കിട്ടി. അപ്പോൾ അതൊന്ന് ചെത്തി വൃത്തിയാക്കട്ടെ. ചക്ക എല്ലാം ഞാൻ വൃത്തിയായിട്ട് ചെത്തി കഴുകി അതിനകത്തെ കൂഞ്ഞിലും കളഞ്ഞ് ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് ഏത് കട്ടിങ് ബോർഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല കനം കുറച്ച് അരിയണം. ഇങ്ങനെ അരിഞ്ഞെടുക്കണം, ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണ തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഞാൻ ആ അരിഞ്ഞതെല്ലാം കൂടെ തിളച്ച എണ്ണയിലേക്ക് ഇടുവാണേ. വറുത്ത് കോരിയെടുക്കാം. അടുത്തത് ഞാൻ ഇച്ചിരി നീളത്തിലരിയുന്നുണ്ടോ, കനം കുറച്ച് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് അതിനാവശ്യമായിട്ട് ഒരു 2 സ്പൂൺ കടലപ്പൊടി എടുത്തു. ഒരു കുഞ്ഞ് സ്പൂണിന് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരല്പം കായം ഇട്ടു, അല്പം ഉപ്പിട്ടു. ഇനി അത് ചെറുതായിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒത്തിരി വെള്ളം കൂടരുത്, നമുക്കൊന്ന് മുക്കിയെടുക്കേണ്ട പോലെ. ആദ്യം എണ്ണയിലിട്ടത് ഞാൻ വറുത്ത് കോരിയേ ചിപ്സായിട്ട്. ഇനി അടുത്തത് നമ്മൾ മാവിനകത്ത് മുക്കി നീളത്തിലരിഞ്ഞത് ഇങ്ങനെ ഇടുക. ഒത്തിരി മാവൊന്നും പൊതിഞ്ഞൊന്നും നിൽക്കേണ്ട. നമ്മുടെ കടച്ചക്ക എന്തായാലും നല്ല ടേസ്റ്റ് അല്ലേ തിന്നാൻ. അപ്പോൾ നമ്മളിങ്ങനെ 2 സൈസിലായിട്ട് വറക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആദ്യം നമ്മൾ വറുത്ത കോരിയതിനകത്തോട്ട് ഒരു ശകലം മുളക് പൊടി, ഒരു ശകലം ഉപ്പും. കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. നമ്മൾ ഏത്തയ്ക്ക ഒപ്പം വറക്കുന്ന പോലെ തന്നെ, ചേമ്പൊക്കെ വറക്കത്തില്ല, അതുപോലെ തന്നെ. ഹലോ, എൻ്റെ 2 തരത്തിലുള്ള ചീമച്ചക്ക ചിപ്സ് റെഡിയായി. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കയൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണല്ലോ, ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും കറി വെച്ച് കൂട്ടുക, തോരൻ വെച്ച് കൂട്ടുക, അല്ലാതെ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.